വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു റെഡിമെയ്ഡ് ടോപ്പിനെ എങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്ലീവ് നമ്മുടെ ടോപ്പിൻ്റെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ തന്നെ കാണും. അത് ആദ്യം അഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സ്ലീവ് ഞാനിവിടെ ഓൾറെഡി അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാ ഈ ഭാഗം നമുക്കൊരു ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് വിടണം കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലൊരു സ്ലീവ് കേർവ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് സംതിങ് 45 രൂപ 50 രൂപ എന്തോ വരുന്നുള്ളൂ. ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഓൺലൈനിലും നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേടിക്കാൻ ഉള്ളവർ മേടിക്കുക, യൂസ്ഫുള്ളാണ്. അപ്പോൾ എങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഈ ഒരു പോയിൻറ്റിനാണ് താഴോട്ട് നമ്മൾ ലെങ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ഇതേ രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് 14 കേട്ടോ ലെങ്ത്ത്. അവിടുത്തെ വണ്ണം കൂടെ മെഷർ ചെയ്തെടുക്കുക. അതായത് ഇതേപോലെ ജസ്റ്റ് മെഷർ ചെയ്ത് എടുക്കുക എത്രയാണെന്ന്. എനിക്കിവിടെ 8.25 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 അളവ് മാത്രം നമുക്ക് മതി കേട്ടോ. നമ്മളിപ്പോൾ ആ സ്ലീവിനെ ഇതേപോലെ 4 മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കറക്റ്റ് 4 ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിരിക്കണം കേട്ടോ. ഇതേപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് വേണ്ടത് 14 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടണം കേട്ടോ. നമുക്ക് തയ്യൽ തുമ്പ് ജോയിൻ ചെയ്യുമ്പോഴത്തേന് 1/2 ഇഞ്ച് പോകും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ആ കേവ് വെച്ച് ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഈ ഇതിൽ നമുക്കൊരു ഷേപ്പ് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും. അത് ജോയിൻ ചെയ്താലും മതി. പിന്നെ നമുക്ക് ഇതേപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈറ്റ് മെഷർ ചെയ്ത് കൊടുക്കുക. അതായത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊടുത്ത് നമുക്ക് ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. നമുക്ക് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. സെൻറ്ററിൽ ഒരു ചെറിയ കട്ടൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് എടുത്തു. ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു 2-3 സ്റ്റിച്ച് അഴിച്ചു വിട്ടാൽ മാത്രം മതിയാവും. ഓക്കെ. എന്നിട്ട് നമ്മുടെ ആ ഷോൾഡറിൻ്റെ സെൻറ്റർ എടുത്തു. പിന്നെ നമ്മുടെ ഈ സ്ലീവിൻ്റെ നമ്മൾ ആ വെട്ടിട്ട് കൊടുത്ത സെൻറ്റർ ഉണ്ടല്ലോ, ആ ഭാഗത്ത് നല്ല വശമാണ് ചീത്ത വശമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്. നല്ല വശം അടിഭാഗത്ത്. ആ സെൻറ്റർ ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഒരു വശത്തു നിന്ന് ഒരു വശത്തേക്ക് ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സൂചി കുത്തി നിർത്തിയിട്ട് മാത്രം ഇതേപോലെ തുണി നീക്കുക. വലിച്ചു പിടിക്കാനും ഒന്നും പാടില്ല. ജസ്റ്റ് ലൂസായിട്ട് വിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ചിട്ടെടുക്കുക മാത്രമാണ് കേട്ടോ. ഇനി ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഞാൻ വെച്ച് അളവ് കറക്റ്റായിട്ട് വെച്ച് വന്നിട്ട് ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം, സൂചി കുത്തി തുണിയിലേക്ക് ഇറക്കി വെച്ചിട്ട് മാത്രം തുണി നീക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ വലിച്ചു വിടാൻ പാടില്ല. കറക്റ്റായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ വാങ്ങിയൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊരു റെഡിമെയ്ഡ് ടോപ്പിനും സ്ലീവ് ഈ മോഡലിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ കേവ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ സ്ലീവ് കട്ട് ചെയ്തിട്ടായിരിക്കും തരിക. അപ്പോൾ അതനുസരിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുണി ഇതേപോലെ വെച്ച് വരുവാണ് കേട്ടോ. എന്നിട്ട് ആ സൈഡിൽ നിന്ന് ജോയിൻ ചെയ്യുവാണ്.
തുണി വലിച്ചു പിടിച്ചാൽ തുണി വലിഞ്ഞ് എന്താ പറയുക ചുരുക്കി വീഴും കേട്ടോ. അപ്പോൾ ലൂസായിട്ട് വിട്ടാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആർക്കും മെഷീൻ ഒന്ന് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആർക്കും നമുക്ക് സ്ലീവ് വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാമെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അതും ഞാൻ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഈ തുണിയെ ജസ്റ്റ് തിരിച്ചൊന്നിടുവാണേ. തിരിച്ചിട്ട് നമ്മുടെ ഈ താഴ്ഭാഗത്തെ വണ്ണം കൂടെ ഒന്ന് ജസ്റ്റ് മെഷർ ചെയ്ത് കൊടുക്കണം. 8.25 എനിക്ക് കിട്ടിയത്. അപ്പോൾ 8.25 പകുതി. ഓക്കെ, അത് മാർക്ക് ചെയ്തു. എന്നിട്ട് ചെസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് എടുക്കുക. ചെസ്റ്റ് നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ കറക്റ്റ് ഈ പോയിന്റിൽ നിന്ന് ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലോക്കിട്ട് ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് ഷേപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുവാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ വലിയ പണിയൊന്നുമില്ല. ചില സമയത്ത് നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി ഓൾട്ടർ ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ 100 രൂപയൊക്കെ ആയിരിക്കും വാങ്ങുക. അപ്പോൾ നമുക്കിടെ കയ്യിൽ മെഷീനും ജസ്റ്റ് ഒന്ന് മെനക്കെടാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വലിയ സ്റ്റിച്ചിങ്ങും മെഷർമെൻറ്റും ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് ഫ്ലോപ്പായി പോയാൽ നമുക്കത് അഴിച്ചെടുക്കാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇത് വലിയ റേറ്റിൻ്റെ ടോപ്പൊന്നും അല്ല, ജസ്റ്റ് 200 രൂപ താഴെ ഉള്ളൊരു ടോപ്പാണ് കേട്ടോ. ലൈനിങ്ങും ഒന്നുമില്ല, ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പ് അടിച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ ഈ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വട്ടം ഓൾട്രേഷനും സ്ലീവ് ജോയിൻ ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നടക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രയൽ നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത ട്രയൽ നമുക്കത് മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മിസ്റ്റേക്ക് അങ്ങനെ വരില്ല, ഐ എം ഷുവർ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 2 സൈഡും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. ബാലൻസ് ആയിട്ട് നിൽക്കുന്ന പാർട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇതൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ടോപ്പ് വരുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് അയണൂടെ ചെയ്തെടുത്താൽ ചുളുക്കൊക്കെ മാറും കേട്ടോ. ഔട്ട്ലുക്ക് കണ്ടാലോ? ബൈ. സിമ്പിളായിട്ട് നമുക്ക് തന്നെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.